ಹಲೋ ಗಾಯ್ಸ್, ನಾವಿವತ್ತು ಬಂಡಾಜೆ ಟ್ರೆಕ್ಕಿಂಗ್ ಮತ್ತೆ ಫಾಲ್ಸಿಗೆ ಬಂದಿದ್ದೀವಿ. ಇಲ್ಲಿ ವೆದರ್ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ನಮ್ಮ ಜೊತೆ ಟ್ರಾವೆಲ್ ವಿತ್ ಫಸ್ಟ್ ನ ಯೂಟ್ಯೂಬ್ ಚಾನಲ್ ಅವರು ಇದ್ದಾರೆ. ಅವ್ರ ಜೊತೆ ಅವರಿಗೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ. ಹಾಗೆ ನನ್ನ ಫ್ರೆಂಡ್ ಸಫಾರ್ ಅಂತಿದ್ದಾನೆ. ನಾವು ಇಲ್ಲಿಗೆ ಬಂದಿದ್ದೀವಿ. ಇಲ್ಲಿ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ ಪ್ಲೇಸ್. ಕಳಸ ಹತ್ರ ಆಗುತ್ತೆ, ಚಿಕ್ಕಮಂಗ್ಳೂರು. ಮಂಗಳೂರಿಂದ 160 ಕಿಲೋಮೀಟರ್ ಆಗುತ್ತೆ. ಎಲ್ಲರೂ ಬನ್ನಿ, ನೋಡಕ್ ಚೆನ್ನಾಗಿದೆ. ಈ ಮಾನ್ಸೂನ್ ಸೀಸನ್ ಅಲ್ಲಿ ನೋಡಕ್ಕೆ ಪ್ಲೇಸ್ಗಳು ಚೆನ್ನಾಗಿದ್ದಾವೆ. ಅರಣ್ಯ ವಿಹಾರ ವೆಬ್ಸೈಟ್. It's a Karnataka Forest Department website, so we want to register from here. So go check availability. The timing is 6 a.m. to 11 a.m. 300 people available. Okay. First select a slot, then add visitors, then payment is. ആയിട്ട് ഞങ്ങൾ ഒരു ബണ്ടാജിയിൽ ഒരു യാത്ര പോയി. അതൊരു 6 മണിക്ക് ഞങ്ങൾ 2 കാറിലായിട്ട് 18 പേരടങ്ങിയ ഒരു യാത്ര ചെയ്യുന്നത്. ആ 18 പേരും ആദ്യമായിട്ടാണ് ബണ്ടാജി കാണാൻ പോകുന്നത്. റീൽസിലും അതുപോലെ ക്യാമ്പസിലെ ലാസ്റ്റ് വീക്കിലെ ഒരു ടീം പോയിട്ടുണ്ട്. അവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അടിപൊളിയാണ് എന്ന് മാത്രം നമുക്ക് അറിയാം. അതുപോലെ തന്നെ 2 ദിവസം മുന്നേ സ്ലോട്ട് ബുക്ക് ചെയ്യണം എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ഡേ മുന്നേ സ്ലോട്ട് ബുക്ക് ചെയ്ത് 18 പേരുണ്ട് യാത്ര തിരിക്കുമ്പോൾ ഈ ബണ്ടാജ കർണാടക ഡിസ്ട്രിക്റ്റിലെ ചിക്കമാംഗ്ലൂരിന്റെ അടുത്തൊരു ചാർമാടി കെട്ടിലാണ് എന്നുള്ളത് അറിയാം. ചാർമാടി കെട്ടിൽ പറഞ്ഞാൽ ഹെയർ പിൻ ടേണിങ് വരുന്ന ഒരു ചുരം. ഈ ചുരം നമ്മൾ കാറിൽ കയറി തുടങ്ങുമ്പോൾ തന്നെ ഇരു സൈഡിലും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഈ സൈഡ് പിടിക്കണോ ആ സൈഡ് പിടിക്കണോ എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആവണം. അതുപോലെ തന്നെ നമ്മൾ കാറൊന്ന് ഒതുക്കിയിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് അതുപോലെ തന്നെ ഭയങ്കര രസമുള്ളൊരു കാര്യം ഉണ്ടായിക്കണേ. ഓപ്പോസിറ്റ് ശരിക്കും മലൻ്റെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന ഒരു ഭാഗം. അപ്പം നമ്മൾ അവിടെയും വണ്ടി സൈഡാക്കിയിട്ട് ഒന്ന് വീഡിയോ എടുക്കും അതുപോലെ കാണുകയൊക്കെ ചെയ്ത് അങ്ങനെ വരുന്ന വെഹിക്കിളിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അത്രക്ക് ഫോഗ് കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റേജും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ചാർമാടി കെട്ടി തന്നെ വീഡിയോസിലും റീൽസിലും പോസ്റ്റിലൊക്കെ നമ്മൾ കണ്ട ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഗൈസ് ഓടി വരൂ വർഷ അങ്കു ബട്ട് വെയിറ്റിംഗ് റോത്ത് ചെയ്യുന്നു കേട്ടോ. അറ്റ്മോസ്ഫിയർ അത്ര അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര ഒരു കൂൾനെസ്സും വീഡിയോസും ഫോട്ടോസിനും പറ്റി ഞങ്ങളൊരു ഗ്രൂപ്പ് പിക്കൊക്കെ എടുത്ത് ഞങ്ങൾ യാത്ര തിരിക്കണം ബണ്ടാജിക്ക്. നമ്മൾ 1 ലക്ഷ്യം ട്രക്കിങ്. ബണ്ടാജിൻ്റെ റോട്ടിക്ക് കറക്റ്റ് കയറി തുടങ്ങിയപ്പോൾ കളസ എന്ന് പറയുന്ന ഒരു ടീ പ്ലാന്റേഷൻ ഉണ്ട്. അത് മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയും. മാവായി അതേപോലെ തന്നെ റിസോർട്ടുകളൊക്കെ വരുന്നുണ്ട് ആ ഭാഗങ്ങളിൽ. റിസോർട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കല ഭാഗം അത്ര അടിപൊളിയായിക്കാരം. എന്നിരുന്നാലും ഗൈസ് നമ്മൾ ഏകദേശം റീച്ചായി, ഓൾമോസ്റ്റ് എത്തി. ഇനി ഒരു 22 മിനിറ്റും കൂടിയാൽ ബണ്ടാജി എത്തും. ഗൈസ് നിങ്ങൾക്ക് തേയിലത്തോട്ടം വേണമെങ്കിൽ കർണാടകയിലേക്ക് വരും. നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളെ പ്രിക്കോഷൻസ് ആണ്. ಅದು ಮನೆಗೆ ಎತ್ಕೊಂಡು ಹೋಗೋದು ಒಂದೊಂದು ಡೆಟಾಲೇನೆ ബണ്ടാജിലെത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കരുതേണ്ട കാര്യങ്ങൾ വെച്ചാൽ നല്ല ഷൂ ഉണ്ടായിരിക്കണം നമ്മളെ കയ്യിൽ. അതുപോലെ തന്നെ ലീച്ചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു പ്രതിവിധി നമ്മൾ കണ്ടിരിക്കണം. ഞങ്ങൾ കണ്ട ഭയങ്കര
അടിപൊളിയായിട്ടുള്ളൊരു സംഭവമായിരുന്നു. നമ്മൾ ഡെറ്റോൾ എടുത്തിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് ബോഡിയിൽ. അതിന് നമ്മൾ കണ്ട പ്രതീതി. സോ ഫുഡ് കരുതിയാൽ ഇറ്റ്സ് ഗുഡ്. ഞങ്ങൾ ഫുഡൊന്നും കരുതിയിട്ടില്ലേന്, പക്ഷെ ഫുഡ് കരുതണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവിടെ നമുക്ക് ഒരു ടോയ്ലറ്റോ ഫ്രഷ് ആവാനുള്ള റൂമോ ഫുഡിനുള്ള സ്പേസോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്ത് കഴിയുമ്പോഴാണ് അതിലേറെ രസം വരുന്നത്. അവിടെ ഒരു സൈൻ ബോർഡ് പോലും ഇല്ല. ഫസ്റ്റ് ഒരു ബോർഡ് ഉണ്ട്, ജസ്റ്റ് ഫോർട്ട് എന്ന് പറയുന്നത്. ഇത് റാണിഞ്ചാരി വ്യൂ പോയിന്റ് ഉണ്ട്, അതുപോലെ ഫോർട്ട് ഉണ്ട്. അതിൻ്റെ ലാസ്റ്റിൽ 300 അടി ഉയരത്തുനിന്ന് നിലം പതിക്കുന്ന ഒരു വാട്ടർഫാൾ ഉണ്ട്. ഇത്ര 3 കാര്യങ്ങൾ നമുക്ക് അറിയാം കേട്ടോ ഓൾറെഡി. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ടായ. പക്ഷെ നമുക്ക് ട്രെക്കിങ് സ്റ്റാർട്ടാവണ ആ മൊമെന്റ് വരെ നമുക്ക് അറിയില്ല. ഇനി 15 കിലോമീറ്ററോളം നടക്കുന്ന ഒരു റൗണ്ട് ട്രിപ്പാണ് ഈ ട്രെക്കിംഗ് എന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ലേനും. പക്ഷെ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തതിൽ 18 പേരുണ്ട്. അത് ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവർ. അപ്പോൾ നമ്മളെ യാത്ര അടിപൊളിയാവും നമുക്ക് അറിയാലോ. ഏതായാലും നമ്മൾ ട്രെക്ക് ചെയ്ത് തുടങ്ങി. ആഹാ, വരുന്ന വഴിയൊക്കെ നിങ്ങളെന്നെ ഒന്ന് കണ്ടോക്കിയേ, അടിപൊളിയാണ്. അതിന്ന് ഇത്രയും ട്രക്ക് ചെയ്തിട്ട് നമ്മൾ പറയുന്നുണ്ട്, ഇനി ഇതിൽ എങ്ങട്ടാ പോവണ്ടേന്ന് നമുക്ക് അറിയണില്ല. കാരണം അവരുടെ ഇനിയൊരു ഡയറക്ഷനോ സൈൻ ബോർഡോ ഒന്നുമില്ല. വൈശാഖ് ഇഞ്ചി ശരിക്കും ട്രക്കറായല്ലോ. ಹಾಗೆ ಕ್ಯಾತನ್ ಮಕ್ಕಿಗೆಲ್ಲ ಕರ್ಕೊಂಡು ಹೋದ್ರೆ ನಾವು ಮತ್ತೆ 2 ದಿನ ಅಲ್ಲಿ ಹೋಗಿ ಬರ್ಬೇಕು. ಅಲ್ಲಿ ಅದು ಪಾಯಿಂಟ್. ಚಂದ Wow! Super! Beautiful! Outstanding! Talking English, yeah. Oh, like that? Yeah, okay. After the long experience of the Which one? the Jagini waterfalls in Manali and last week Which one? Kundadri Nagumbe. Yeah, actually, it's a good point. Yeah, Now we can climb even Mount Everest. yeah. Yeah. Yes. Now we are in the Banda. But don't take it seriously. We won't do that. We are not that crazy, but Yeah. crazy enough to do this. It's a beautiful greenery, Yeah. fabulous. Yeah. I mean, ಅಲ್ಲ ಇವಳು ಬರೀ ಅವಳೆ ಸಾವು. ಎಲ್ಲಿ ಗೊತ್ತಲ್ಲ ಕೆಳಗೆ ನೋಡು ಒಂದ್ಸಲ. ಸಲಾಗದು ಇನ್ಮೇಲೆ ಎಣ್ಣೆ ಕೊಡ್ಸೋರು ಯಾರು ಅಣ್ಣ ಹೋಗ್ಬಿಟ್ಟ. ಅದ್ರದ್ದೆಲ್ಲ ಕಡೆ ಸಲಾಗದದು ಅದೇ ದೋಸ್ತಿ ಜಾಸ್ತಿ ಕಣೋ ಕುಚಿಕೋ ಹಾಯ್ ಚಟ್ಟಿ ದೋಸ್ತು ಕಣ್ಣ ಕುಚಿಕೋ ದೋಸ್ತಿ ಮೇಲೆ ಕೋಪ ಬೇಡ ಕುಚಿಕೋ ಪಾಪ ಕಣೋ. ಕೋಪಕ್ಕೂ ಒಂದು ಕೈ ದೋಸ್ತಿ ಜಾಸ್ತಿ ಕಣೋ
എടാ സംഗീത പക്ഷെ മക്കൾ അടിപൊളി എന്താ വെച്ചാല് നല്ല പച്ച വിരിച്ച കുന്നും പുൽമേടുകളും കുന്നിൻ ചെരിവുകളും ഫുൾ പച്ച എവിടെ നോക്കിയാലും സെയിം ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് എത്തുന്നത് ഒരു ഫോർട്ടിലാണ്. ഒരു കുന്നിന്റെ മേലാണ് ഈ ഫോട്ടോ വരുന്നത്. അവിടെ നമ്മളെല്ലാരും കൂടി ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഒന്നേ പറഞ്ഞല്ലോ, നീ റെഗുലർ അടിക്കുക അത്ര കയറിയാല്. അതിനുള്ള സാധനം എന്റെ മുകളിലുണ്ട്. നടക്ക് ಸ್ವರ್ಗನೇ ಬಂದು ಬೈಕ್ ಪಟ್ಟಂಗಿದೆ. No, in 5G ಬರ್ತಾ ಉಂಟು ಕಣ ಸಾವು. ದಾರಿ ದೂರ ಅಲ್ಬಡ್ದು ಅಲ್ಲಲ್ಲ പാശൊക്കെ കാട് കയറി അട്ടണ്ടോ പിടിക്കോ ഫോട്ടോ എടുക്കാം. വാ 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 ഹലോ അതിനുശേഷം നമ്മൾ വീണ്ടും വാട്ടർഫാൾ തേടി പോവുകയാണ്. ഞങ്ങൾ 18 പേരും ഈ വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല, നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ട്രക്കിങ്ങിന്റെ ഇടയിൽ ഓരോരുത്തർ ഇങ്ങനെ കുഴങ്ങാൻ തുടങ്ങി, ക്ഷീണം വരാൻ തുടങ്ങി, ടയർഡ് ആവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ 18 പേര് ജസ്റ്റ് ഇങ്ങനെ സ്പ്ലിറ്റായി വരാൻ തുടങ്ങി. അപ്പൊ നമ്മൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ നമ്മൾ മുന്നിൽ പോയ ഒരു 4 പേരെ നമ്മൾ കാണാതാവാൻ തുടങ്ങി. മീൻസ് ബാക്കിൽ വരുന്ന 4 പേരെ വീണ്ടും നമ്മൾ കാണാതാവാൻ തുടങ്ങി. 3 പേര് 2 പേര് ആ രീതിക്ക് സ്പ്ലിറ്റ് ആവാൻ തുടങ്ങി. എവിടെ നിന്ന് നോക്കിയാലും ഒരു രക്ഷയില്ല, വിളിച്ചാൽ വിളി പോലും കേൾക്കുന്നില്ല. ഫോഗ് വന്നിങ്ങനെ മുങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അത്രമാത്രം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു പോയിന്റിൽ എത്തിയപ്പോൾ കൂട്ടിമുട്ടി. ആ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾക്ക് 2 വഴിയുണ്ട്, ഏത് തിരഞ്ഞെടുക്കണം എന്ന് പോലും നമുക്ക് അറിയില്ല. ഈ വേ പോകണം ആ വേ പോകണം, അത്തിക്കുത്താനെ കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയി. പക്ഷെ അവിടെ നമ്മളൊരു ബ്രോനെ കണ്ടുമുട്ടി. ആ ബ്രോ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ പോയി കഴിഞ്ഞാൽ വാട്ടർഫാൾ ഉണ്ട്, ഒരു വീഡിയോ കാണിച്ചു തന്നാൽ അത് കണ്ടപ്പോൾ അടിപൊളിയായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ വാട്ടർഫാൾക്ക് ഇറങ്ങി പോകണം. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് വേ എന്ന് പറഞ്ഞാലും അത് നിങ്ങൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്ന ഒരു പോയിന്റ് ആയിരിക്കും. അങ്കപ്പാറ അത് ഞാൻ നടക്കപ്പോ അങ്കപ്പാറ ಫೈನಲಿ ನಾವು ಅಂಬ
പക്ഷെ അവിടുത്തെ വ്യൂ അടിപൊളിയാണ്. അതിന് നമ്മൾ ലാസ്റ്റ് കഷ്ടപ്പെട്ട് ട്രക്ക് ചെയ്ത് എന്നൊക്കെ പറയേണ്ടി വരും. അത്രയും വൺ ഓഫ് ദ ബെസ്റ്റ് ട്രക്ക് ചെയ്യുന്നു കേട്ടോ. ട്രക്ക് ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു വാട്ടർഫാൾ നമ്മൾ ഫസ്റ്റ് കവർ ചെയ്തിട്ടാണ് നമ്മൾ വലിയ വാട്ടർഫാൾക്ക് കടന്നു പോകുന്നത്. അവിടെ എല്ലാവരുടെ കയ്യിലും ഭക്ഷണങ്ങളുണ്ട്. ഇതിന് ഫുഡൊക്കെ ക്യാരി ചെയ്ത് കൊടുന്ന് അവർ അവിടെ അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സജഷൻ പറയുകയാണെങ്കിൽ ഫുഡ് കയ്യിൽ കരുതണം. അവിടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ബി സസ്റ്റൈനബിൾ. ഓക്കെ, ബി സസ്റ്റൈനബിൾ. അടിപൊളി എൻവിറോൺമെൻ്റാണ് അവിടെ. ഒരു വെസ്റ്റേൺ ഗട്ടിലാണ് നമ്മൾ പോയിക്കുന്നത്. അതുകൊണ്ട് നമ്മളവിടെ ഒരു പ്ലാസ്റ്റിക്കോ നമ്മളെ ഫുഡിൻ്റെ വേസ്റ്റോ ഒന്നും ഇടരുത്. അത് നമ്മളൊരു ബി സസ്റ്റൈനബിൾ. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കത് വേണം. പക്ഷെ നമ്മൾ ഫുഡ് കരുതി കൊണ്ടുപോയി അവിടെ ഇരുന്ന് കഴിച്ചാൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കഴിക്കുമ്പോൾ ഫുഡിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഇക്കാരം. ഇത്ര ദൂരം ട്രക്ക് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഭയങ്കര രുചി ഇക്കാരം. ഈ ബണ്ടാജ അറബിക് വാട്ടർഫാൾസ് 300 അടി 300 ഫീറ്റ് എന്ന് പറയുന്നതൊന്നും ഒന്നുമല്ല. അവിടെ പോയി കഴിഞ്ഞാൽ അത് 1.5 കാഴ്ചയാണ്. ഞങ്ങൾ ആ 1.5 കാഴ്ച ഒരു അരമണിക്കൂറോളം നോക്കിയിരുത്തിയിട്ട് ഞങ്ങളെ ക്ഷീണം കഴിയുന്നത് വരെ ഞങ്ങൾ വെള്ളം കുടിച്ച് വെള്ളത്തിൽ കളിക്കും കുളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ റൗണ്ട് ട്രിപ്പ് വീണ്ടും വരും. ആ വീണ്ടും വന്നിട്ട് ഈവനിങ് ആണ് നമ്മൾ റാണി സഞ്ചാരി ഈവനിങ് നമ്മൾ ലാസ്റ്റ് ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞ് റാണിഞ്ചേരി വ്യൂ പോയിന്റും കൂടി കണ്ടിട്ട് നമ്മൾ യാത്ര നിർത്തുക. അടിപൊളിയായിരിക്കും. ഭയങ്കര വ്രോത്തായിട്ടുള്ളൊരു ട്രക്കിങ്ങാണ്. ഇതിന് മുന്നേ നമ്മൾ അഗുംബ അതുപോലെ ജോഗിനി വാട്ടർഫാൾസും ഈ ഒരു 2 months ഇടയിൽ നമ്മൾ ഒരുപാട് ട്രക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ബണ്ടാജ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെ ഒരു മെമ്മറീസാണ്. ട്രക്ക് ചെയ്ത് കഴിഞ്ഞ് റിട്ടേൺ വരുന്ന സമയങ്ങളിൽ നമ്മളെ കയ്യിൽ ചിലർ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട്, ബെയർ ഫുട്ട് വെച്ചിട്ട് ട്രക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് കാർക്ക് വരണമെങ്കിൽ പോലും ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതുപോലെ ടയേർഡായപ്പോൾ വേറൊരു ടീമിൻ്റെ കയ്യിൽ നിന്ന് ORS ഒക്കെ വാങ്ങി ജ്യൂസ് കുടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ടയേർഡായി കഴിഞ്ഞിട്ട്. അതുകൊണ്ട് നിങ്ങളെ കയ്യിൽ ORS ക്രീം ബണ്ണോ ഫുഡ് വെള്ളം എക്സ്ട്രാ ഒരു ഷൂ പോലും നിങ്ങൾ കരുതണമെന്ന് ഞാൻ പറയും. മീൻസ് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളത് കാണാതെ റിട്ടേൺ വരണം. പിന്നെ നമുക്ക് കണ്ട് കയറാൻ പറ്റില്ല. നമ്മൾ അത്രയും പോയത് എന്തിനാ അറബി വാട്ടർഫാൾസ് കാണാം. അത് കാണാതെ നമ്മൾ തിരിച്ചു വന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്തിട്ട് റിട്ടേൺ ഒരു 6 മണീൻ്റെ മുന്നായിട്ട് നമ്മളത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾക്ക് റിട്ടേൺ എത്തണമെങ്കിൽ നമ്മളെ കയ്യിൽ ഫുഡായിട്ടോ ജ്യൂസായിട്ടോ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ കരുതിയിരിക്കണം. പക്ഷേ നമ്മളൊരു ടീമായിട്ട് പോകണം. ഇൻഡിവിജ്വലായിട്ട് പോകണേലേക്ക് വല്ല സപ്പോർട്ടൊന്നുമില്ല. ലാസ്റ്റ് വീക്കെൻഡിൽ ഒരു 10 ആൾ മിസ്സായി എന്നുള്ളൊരു ന്യൂസ് ഞാൻ ബാംഗ്ലൂരിൻ്റെ ഇൻസ്റ്റാ പേജിൽ കണ്ടിരുന്നു ഞങ്ങൾ പോയി വന്നതിന് ശേഷം. സോ ഇൻഡിവിജ്വലായി പോയി കഴിഞ്ഞാൽ നമുക്ക് വേ ഓഫ് റൂട്ടൊന്നും അറിയില്ല. അവിടെ സൈൻ ബോർഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. പിന്നെ മാത്രമല്ല ഈ 15 കിലോമീറ്റർ ഒറ്റയ്ക്ക് നടക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒരു അടിപൊളിയായിട്ടുണ്ടാവുക ഒരു കൂട്ടം ഓഫ് പീപ്പിൾസിൻ്റെ കൂടെ പോകുമ്പോഴായിരിക്കും. സോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ മോട്ടറാക്കി കൊണ്ടുപോയിട്ട് അത് ഒട്ടും അതിൽ ഒരാൾ പോലും റിട്ടേൺ വരുമ്പോൾ ഈ ട്രിപ്പ് മോശമായി ഈ ട്രക്കിങ് വേണ്ടതിനെന്ന് പറയില്ല. അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കൊക്കെ നമ്മൾ പലതും പറയും. നിർത്തിപ്പോവാനൊക്കെ നമുക്ക് പലതും തോന്നും. ഗീവ് അപ്പ് ഇതേ നമ്മളെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാകുമ്പോൾ അവർ നമ്മളെ മോട്ടീവ് ചെയ്യും. നമുക്കിത് കംപ്ലീറ്റ് ആക്കാം, ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ സഹായിക്കാം എന്നുള്ളൊരു സാധനം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ട്രിപ്പിൽ ഞാൻ ഭയങ്കരമായിട്ട് അനുഭവിച്ചൊരു സംഭവമാണ് പരസ്പരം ഒരു കോപ്പറേഷൻ. ഓക്കെ, ഒരാൾ ടയേർഡ് ആകുമ്പോൾ വാ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, ആരും ഇട്ട് പോകില്ല. കാരണം ഒരു മല കഴിഞ്ഞ് അടുത്ത മലയ്ക്ക് ആരും കാണാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് പിന്നെ എല്ലാവർക്കും ടൈം എടുത്ത് പോകാനൊക്കെ പറ്റും. അവിടെ റെസ്റ്റ് റൂം ഇല്ലെങ്കിലും ആ
മഞ്ഞിൻ്റെ തരികൾ ആ പുല്ലിലുള്ള ആ പുൽമേടിൽ കിടക്കാൻ ഭയങ്കര രസമാണ്. റിട്ടേൺ വരുമ്പോൾ ഒരു ഈവനിങ് 4 o'clock നമ്മൾ റിട്ടേൺ വരണം. ആ സമയത്ത് ഫോൺ ഓഫായി പോയി. സോ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ പുൽമേട് ഉണ്ടല്ലോ, അത് 2 കളറ്, ഡാർക്ക് ഗ്രീന് ലൈറ്റ് ഗ്രീനായിട്ട് ഈ കുന്നിൻ്റെ ചെരിവ് അങ്ങോട്ട് ശരിക്കും ഞങ്ങൾ കണ്ടുകയാണ്. സോ അവിടുന്ന് ഞാൻ ചെറിയൊരു പൂവ്, അതുപോലെ തന്നെ കല്ല്, അങ്ങനെ എന്തൊക്കെയോ ഞാൻ ഓർമ്മക്ക് എടുക്കും ചെയ്തിട്ടുണ്ട്. സോ ഈവനിങ്ങത്തിലാണ് അതിൻ്റെ പുല്ലിൻ്റെയും കുന്നിൻ്റെയും ഭംഗി ഞങ്ങൾ ശരിക്കും അനുഭവിച്ചത്. അതുപോലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. ഓ, ഇപ്പം തന്നെ നമുക്ക് ആ ഒരു തണുപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ക്ഷീണം വന്നില്ല, കാരണം കുറച്ച് ടൈം ഫോഗ് ഉണ്ടെങ്കിൽ അടുത്തൊരു ടൈമിൽ നമുക്ക് ഫോഗ് ഇല്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഫോഗ് ഉള്ളത് കൊണ്ട് തന്നെ ക്ഷീണം നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടില്ല. ക്ഷീണം ഇല്ല എന്നല്ല, ഒരു 15 കിലോമീറ്റർ ഒരാൾ നടക്കുമ്പോൾ എന്തായാലും ഒരു ക്ഷീണം ഉണ്ടായിരിക്കും. പക്ഷെ അതൊരു ഭംഗിയുള്ള ഒരു കാഴ്ച കാണാനുള്ളതാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ട്രെക്ക് ചെയ്തിട്ട് അത്ര നല്ലൊരു ഭംഗിയുള്ള കാഴ്ച നമുക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ലൈഫ് ടൈമിൽ എപ്പോഴേലും ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സമയത്ത് നമ്മൾ പോകണം, എന്നാലേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എനിക്ക് തോന്നുന്നു ഇനി വരുന്ന കാലങ്ങളിൽ അതിൽ സൈൻ ബോർഡും റെസ്റ്റ് റൂമും അതിനുള്ള ഫെസിലിറ്റീസൊക്കെ ഇമ്പ്രൂവ്ഡ് ആവാം, ഡെവലപ്പ് ആവാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ കൂടെ അടിപൊളിയായിട്ട് എന്തെങ്കിലും ഒരു സാധനം ട്രക്ക് ചെയ്ത് ഒരു വ്രോത്ത് ആവുന്ന ഒരു ട്രക്കിങ് അന്വേഷിച്ചെടുക്കുന്നവരാണെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയും. സോ ബായ്. ഞങ്ങളെ വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ആൻഡ് താങ്ക് യു ഫോർ മൈ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യണം. ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത്. സോ